ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിബീഷ വ്ളോഗ്സ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു മത്തങ്ങ എരിശ്ശേരിയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് ബഹ്റൈനിൽ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന മത്തങ്ങ എരിശ്ശേരിയാണ് കേട്ടോ. അപ്പം മത്തങ്ങ എരിശ്ശേരി തന്നെ ആക്കാമെന്ന് ഓർത്തത്. നിങ്ങൾക്ക് ആർക്കൊക്കെ മത്തങ്ങ എരിശ്ശേരി ഇഷ്ടമാണ്? അത് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ എൻ്റേതായ രീതിയിലാട്ടോ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് ഒരു കുക്കർ എടുക്കാം കേട്ടോ. കുക്കറിലേക്ക് മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് കുതിർത്ത് വെച്ചിട്ടുള്ള പയർ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് 2 തണ്ട് പച്ചമുളക് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. 4 വിസിലാട്ടോ ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. പയറിന് 4 വിസിലൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറാശം ചൂടായി 4 വിസിൽ കേൾപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു മിക്സി ജാറിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു വെളുത്തുള്ളി, പിന്നീട് കുറച്ച് ജീരകം, പിന്നീട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുന്നുണ്ട്. പിന്നീട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പക്ഷേ പേസ്റ്റ് പരുവത്തിൽ നമുക്ക് മത്തങ്ങ ശരിക്കുള്ള അരപ്പ് വേണ്ട കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. ഒന്ന് ഇത്തിരീശം കട്ടിപ്പ് പോലെ വേണം കേട്ടോ നമുക്ക്. അല്ലെങ്കിൽ പേസ്റ്റ് ആയി കഴിഞ്ഞാൽ മത്തങ്ങ ശരിക്കും അത്ര ഒരു രുചി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അത് അരച്ച് മാറ്റുന്ന സമയം കൊണ്ട് നമ്മുടെ കുക്കർ 4 വിസിലൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അരയ്ക്കാൻ ചേർത്തതിൽ പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ വിട്ടുപോയതായിരുന്നേ. അപ്പോൾ നിങ്ങൾ പച്ചമുളകും കൂടി ചേർക്കണം കേട്ടോ. എരിവനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാലും കുറച്ചൊന്നും കൂടി ഒന്ന് ഉടച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിലുകൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ എരിശ്ശേരി ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ ചിലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ കൂടി വറുത്ത് നമ്മളിടും കേട്ടോ. ഞാനിവിടെ തേങ്ങ വറുത്തിടുന്നത് സിമ്പിളായിട്ടുള്ള എരിശ്ശേരി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ മത്തങ്ങ എരിശ്ശേരിയിലേക്ക് താളിച്ചൊഴിക്കാൻ പോവുകയാണ്. താളിച്ചൊഴിച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മത്തങ്ങ എരിശ്ശേരി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. താങ്ക് യു.